വെൽക്കം ബാക്ക് ടു മാജിക് ആൻഡ് ലൂപ്സ്. ഇന്ന് ക്രോഷറ്റിൻ്റെ സെക്കൻഡ് ക്ലാസ്സാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ എല്ലാവരും നീഡിലും ഞാണും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആദ്യം തന്നെ സ്ലിപ്പ് നോട്ട് എന്താണെന്ന് നോക്കാം. പേര് പോലെ തന്നെ ഇതൊരു സിമ്പിൾ നോട്ടാണ്. സിമ്പിളായിട്ട് ഇങ്ങനെ വലിച്ചാൻ കഴിഞ്ഞു പോരുകയും ചെയ്യും. അപ്പോൾ ഇതെങ്ങനെ ഇടുന്നതെന്നാണ് ആദ്യം പഠിക്കാൻ പോകുന്നത്. ക്രോഷയുടെ ഒരുവിധം എല്ലാ പ്രൊജക്ട്സും സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ നോട്ടിൽ നിന്നാണ്. അപ്പോൾ ഇതെങ്ങനെ ഇടുന്നതെന്ന് നോക്കാം. ആദ്യം ഞാനിങ്ങനെ പിടിക്കുക രണ്ട് കയ്യിലുമായിട്ട്, എന്നിട്ട് ലെഫ്റ്റ് കൈയുടെ ചൂണ്ടുവിരലിൻ്റെ മേലെ കൂടെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഒരു ക്രോസ് പോലെ വയ്ക്കുക. എന്നിട്ട് ആ വിരലിങ്ങനെ എടുത്തിട്ട് അത് അടിയിലൂടെ കൊണ്ടുവന്ന് നമ്മൾ മറ്റു കൈ ഉപയോഗിച്ചിട്ട് ഉള്ളിലൂടെ വലിച്ചെടുക്കുക. കണ്ടോ, ഇതാണ് ആ നോട്ട്, സ്ലിപ്പ് നോട്ട് എന്ന് പറയും. എന്നിട്ട് പിന്നെ ഇതിൻ്റെ ഈ സൈസ് അത് നമുക്ക് ഇവിടെ ഈ എൻഡ് പിടിച്ച് വലിക്കുന്നതിനനുസരിച്ച് അതിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ആവും. കണ്ടോ. എന്നിട്ട് അതിൻ്റെ സൈസ് എങ്ങനെയാണ് ഡിറ്റർമിൻ ചെയ്യാമെന്ന് വെച്ചാൽ നമ്മുടെ ഹുക്ക് യൂസ് ചെയ്യുന്ന ഹുക്ക് ഏതാണോ അത് അതിലൂടെ കടത്തിയിട്ട് ഇതിൻ്റെ ഈ എൻഡ് പിടിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക, സൈസ് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ ഈ ഹുക്ക് ഇതിലൂടെ ഈസിലി സ്ലൈഡ് ചെയ്യണം. ഇങ്ങനെ ഒരുപാട് ടൈറ്റ് ആവരുത്, ഒരുപാട് ലൂസ് ആവരുത്. ഇങ്ങനെ കംഫർട്ടബിൾ ആയിട്ട് ഇങ്ങനെ സ്ലൈഡ് ചെയ്യാൻ പറ്റണം. അതാണ് അതിൻ്റെ ലൂപ്പിൻ്റെ സൈസ് അങ്ങനെയാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ ഒന്നുകൂടെ ചെയ്ത് കാണിക്കാം. പിന്നെ ഹുക്ക് നമുക്ക് സിമ്പിളായിട്ട് ഊരിയെടുക്കാം. ഇത് ഇവിടെ വലിച്ചഴിഞ്ഞു പോരും. അപ്പോൾ ഒന്നുകൂടെ നോക്കാം എങ്ങനെ ഇടുന്നതെന്ന്. ഇങ്ങനെ ഞാണിങ്ങനെ പിടിച്ചു, ഈ വിരലിൽ ഫിംഗറിൽ ഇങ്ങനെ വെച്ചു, ഇത് അടിയിലൂടെ കൊണ്ടുവന്നിട്ട് ഈ കൈ കൊണ്ട് ഇങ്ങനെ വലിച്ചെടുക്കുക, ടൈറ്റ് ചെയ്യുക. പിന്നെ ഈ എൻഡ് പിടിച്ചിട്ട് നമ്മളിതിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യുക. ക്രോഷയുടെ ഒട്ടുമിക്ക പ്രൊജക്ട്സും സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു നോട്ടിൽ നിന്നാണ്. ഇനി നെക്സ്റ്റ് സ്റ്റിച്ചസൊക്കെ നമ്മൾ ഇതിൽ നിന്നാണ് ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇത് നന്നായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഈ സ്ലിപ്പ് നോട്ടിൽ നെക്സ്റ്റ് നമ്മൾ അറ്റാച്ച് ചെയ്ത് ചെയ്യുന്നതാണ് ചെയിൻ സ്റ്റിച്ച്. അപ്പോൾ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത് ചെയിൻ സ്റ്റിച്ചാണ്. ഈ സ്ലിപ്പ് നോട്ട് ഉണ്ടെങ്കിൽ ചെയിൻ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ സ്ലിപ്പ് നോട്ട് ഇട്ടു. ഇനിയിപ്പോൾ ചെയിൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഈ ചെയ്യാൻ പോകുന്ന ചെയിൻ സ്റ്റിച്ചാണ് എല്ലാ സ്റ്റിച്ചസിൻ്റെയും ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. എല്ലാ സ്റ്റിച്ചസ് ചെയ്യണമെങ്കിൽ നമുക്ക് സ്ലിപ്പ് നോട്ട് വേണം, അതുപോലെ തന്നെ ഈ ചെയിൻ വേണം, ചെയിൻ സ്റ്റിച്ച് വേണം. എന്നിട്ട് അതിൻ്റെ മേലെ ആയിരിക്കും നമ്മൾ ഓരോ സ്റ്റിച്ചസും ക്രോഷയുടെ ഓരോ സ്റ്റിച്ചസും ഇനി ചെയ്യാനും പഠിക്കാനും ഒക്കെ പോകുന്നത്. അപ്പോൾ ഇത് രണ്ടും തരമാക്കുക. അപ്പോൾ ആദ്യം തന്നെ ചെയിൻ സ്റ്റിച്ച് നോക്കാം. ചെയിൻ സ്റ്റിച്ചിൻ്റെ അബ്രീവിയേഷനും സിമ്പിളും ആണ് ഈ കൊടുത്തിരിക്കുന്നത്. അതിന് തന്നെ സ്ലിപ്പ് നോട്ട് ഇട്ടു. നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് അതിൻ്റെ ലൂസ് എത്രത്തോളം, സൈസ് എത്രത്തോളം വേണമെന്ന് അഡ്ജസ്റ്റ് ചെയ്തു. നേരത്തെ പറഞ്ഞ പോലെ ഹുക്ക് ഈസിലി സ്ലൈഡ് ചെയ്യാൻ പറ്റും. ഒരുപാട് ടൈറ്റ് ഒരുപാട് ലൂസ് ആയി പോകരുത്. ചെയിൻ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ആദ്യം സ്ലിപ്പ് നോട്ട് ഇട്ടു. ഇനി യാണും ഹുക്കും എങ്ങനെ പിടിക്കേണ്ടതെന്ന് നോക്കാം. നമ്മൾ ലെഫ്റ്റ് കയ്യിൽ യാണി 3 ഫിംഗറിൻ്റെ മേലെ കൂടെ ഇട്ടിട്ട് ചൂണ്ടുവിരൽ ഇങ്ങനെ 1 2 3 ഒക്കെ ചുറ്റുക, അങ്ങനെ ചുറ്റുക. എന്നിട്ട് ഈ സ്ലിപ്പ് നോട്ടിൻ്റെ ഈ ഒരു ബേസ് ഉണ്ടല്ലോ, ഈ ഒരു നോട്ട് വരുന്ന ഭാഗം, അവിടെ ഇങ്ങനെ ഈ 2 ഫിംഗറിൻ്റെ ഇടയിലാക്കി പിടിക്കുക. എന്നിട്ട് ഈ കിടക്കുന്നതാണ്, ഇതിങ്ങനെ ലൂസായിട്ട് കിടക്കരുത്, ഇങ്ങനെ ടൈറ്റ് ചെയ്ത് പിടിക്കുക. വല്ലാണ്ട് ടൈറ്റ് ചെയ്യല, എന്നാൽ ഇതിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കണം. ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഇതിൽ നിങ്ങൾ അങ്ങനെ പിടിച്ച് നോക്കുമ്പോൾ പറയും, ഇങ്ങനെ വല്ലാണ്ട് ഇവിടെ ഇങ്ങനെ മുറുകി ഇങ്ങനെ ഒന്നും ഇരിക്കരുത്, ഒരുപാട് ലൂസായിട്ട് ഇങ്ങനെ കിടക്കുകയും ചെയ്യരുത്. ഇങ്ങനെ പിടിക്കുക, സ്ട്രെയിറ്റ് ആക്കി പിടിക്കുക. എന്നിട്ട് ഹുക്ക് എങ്ങനെ വേണേൽ പിടിക്കാം. ഇപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ ഈ ഇതുണ്ടല്ലോ, ഈ വളഞ്ഞിരിക്കുന്ന ഭാഗം, അതിങ്ങനെ റൈറ്റ് സൈഡിലേക്ക് വരുന്ന പോലെ പിടിച്ചോളൂ. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഈ സ്ലിപ്പ് നോട്ടിൻ്റെ അകത്തേക്ക് ഇത് ഇൻസേർട്ട് ചെയ്ത് അപ്പോൾ ഇങ്ങനെ ഇത് രണ്ടും ഈ യാണ് ഹുക്കും ഇങ്ങനെ പാരലായിട്ട് ഇങ്ങനെ നിൽക്കും. എന്നിട്ട് ഈ ഹുക്കിനെ ഈ നിൽക്കുന്ന യാണുണ്ടല്ലോ, ഈ നമ്മുടെ ഈ സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കുന്നത്, അതിൻ്റെ മേലേക്ക് ഇങ്ങനെ വയ്ക്കുക, എക്സ് പോലെ ക്രോസ് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് ഈ ഹുക്ക് കൊണ്ട് യാണിനെ ഇങ്ങ് പിടിക്കുക. അതിനാണ് എന്നിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ അങ്ങ് ടേൺ ചെയ്യുക, നേരെ ലെഫ്റ്റിലേക്ക്. ഹുക്കിൻ്റെ ആ പോയിൻ്റോടെ എൻഡ് ഇങ്ങനെ വളഞ്ഞിരിക്കുന്ന ഭാഗം ലെഫ്റ്റ് സൈഡിലേക്ക് പിടിക്കുക. ഇതിനെയാണ് യാൺ ഓവർ എന്ന് പറയുക. അതായത് ഹുക്ക് യാണിൻ്റെ മേലേക്ക് വെച്ചിട്ട് ഇതിനെ ഇങ്ങനെ എടുക്കുമല്ലോ, ഇതിനാണ് യാൺ ഓവർ എന്ന് പറഞ്ഞ ടേം. ശ്രദ്ധിക്കണം, യാൺ ഓവർ ചെയ്തു. എന്നിട്ട് നേരെ സ്ട്രെയിറ്റ് ആയിട്ട് താഴേക്ക് വലിച്ചിട്ട് ഈ നോട്ട് ഉണ്ടല്ലോ, നമ്മുടെ സ്ലിപ്പ് നോട്ട്, അതിൻ്റെ അകത്തേക്ക് കൂടെ എടുക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്. ഇതിൻ്റെ ഇത് മാറുന്നില്ല. ഇത് അകത്തേക്ക് ഇങ്ങനെ പുള്ള് ചെയ്തതിന് ശേഷം, പുൾ ത്രൂ എന്ന് പറയും അതിന്, പുള്ള് ചെയ്തതിന് ശേഷം നേരെ ഇത് വീണ്ടും തിരിക്കുക, റൈറ്റിലേക്ക് തിരിക്കുക അതിൻ്റെ എൻഡ് ഭാഗം. അപ്പോൾ കണ്ടു, ഇവിടെ ഒരു ചെയിൻ ഫോം ആയത് കണ്ടോ, ഒരു ചെയിനിൻ്റെ ഷേപ്പിലല്ലേ ഇത്. അതാണ് ചെയിൻ 1. അതായത് ഒരു ചെയിൻ ഇട്ടു, അതിനെ നമ്മൾ ചെയിൻ 1 എന്ന് പറയും. അപ്പോൾ ഒന്നുകൂടെ കാണിക്കാം. നമ്മൾ ഹുക്ക് ഇങ്ങനെ പാരലായിട്ട് ഇങ്ങനെ പിടിച്ചു, യാണിൻ്റെ മേലേക്ക് വെച്ചു, ഇതിനെ യാൺ ഓവർ എന്ന് പറയും. ഹുക്ക് കൊണ്ട് ആ യാണിനെ പിടിച്ചു, ഗ്രാബ് ചെയ്തു, ഹുക്ക് തിരിച്ചു, നേരെ ലെഫ്റ്റ് സൈഡിലേക്ക് ആക്കി, നേരെ ഈ ലൂപ്പിൻ്റെ അകത്തേക്ക് നേരെ ഇത് ലൂപ്പാണ്, ഇതൊരു ലൂപ്പാണ്. നേരെ അതിൻ്റെ അകത്ത് കൂടെ എടുത്ത് വലിച്ചു നീഡിൽ തിരിക്കുന്നു. ഇപ്പോൾ
കണ്ടോ നമുക്ക് അടുത്ത ചെയിൻ കിട്ടി. അപ്പോൾ ടോട്ടലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് ചെയിൻ 1, ഇത് ചെയിൻ 2, അത് 2 ചെയിൻ കിട്ടി അല്ലേ. ഇനിയിപ്പോൾ ഇങ്ങനെ ഇത് നമുക്ക് ചെയ്ത് നോക്കുക. ചെയിൻസ് എത്ര വേണമെങ്കിൽ നമുക്ക് ഇടാം. നമ്മൾ ചെയ്യുന്ന പ്രൊജക്ട്സിൻ്റെ ലെങ്ത്തും വിഡ്ത്തും ഒക്കെ അനുസരിച്ച്, അല്ലെങ്കിൽ അതിൻ്റെ എല്ലാ പ്രൊജക്ട്സിനും ഓരോ പാറ്റേൺസ് ഉണ്ടാവും എല്ലാ പ്രോഡക്ട്സിനും. അപ്പോൾ അതിൽ ചെയിനിൻ്റെ നമ്പർ കൗണ്ട് ചെയ്തിട്ടാണ് നമ്മൾ ഇതിടുക. ഇനിയിപ്പോൾ ഒരെണ്ണം കൂടെ ചെയ്ത് കാണിക്കാം. ഇങ്ങനെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തു, ലൂപ്പിൻ്റെ അകത്തൂടെ ഇട്ടു, യാൺ ഓവർ ചെയ്തു, പുൾ ത്രൂ ചെയ്തു, കണ്ടോ ഇപ്പോൾ 3 ചെയിൻ കിട്ടി. 1 2 3 അങ്ങനെ നമ്മൾ ചെയിൻ ഇട്ട് പോവാം. ഈ ചെയിനും ഈ പറഞ്ഞ പോലെ ഒരുപാട് ഇപ്പം ഇത് ഒരുപാട് ലൂസായി എന്താ ഉണ്ടാവുമെന്ന് കാണിക്കാം. ഇപ്പം നമ്മുടെ ഈ ലൂപ്പ് ഒരുപാട് ലൂസാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ഇങ്ങനെ എടുത്തു, കണ്ടോ ഇത് ഒരു ഷേപ്പില്ലാണ്ട്, നമ്മൾ ഉണ്ടാക്കുന്ന സാധനത്തിന് തന്നെ ഒരു ഷേപ്പില്ലാണ്ട് പോകും. അപ്പോൾ കറക്റ്റ് ആ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ സംഭവം ഉണ്ടല്ലോ, ഞാൻ ആദ്യം പറഞ്ഞ ഇതിൻ്റെ ഈ ടെൻഷൻ അത് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. ഒരുപാട് ഇങ്ങനെ ലൂസായി കിടക്കരുത്. അതുപോലെ ഒരുപാട് ഇങ്ങനെ ഇനിയിപ്പോൾ ടൈറ്റ് ചെയ്ത് പിടിച്ചെന്ന് ഓർത്തോ, ഇത് വല്ലാണ്ട് ടൈറ്റ് ചെയ്ത് പിടിച്ചിട്ട് ഇങ്ങനെ പിടിച്ച് വലിച്ച് അവസാനം ഇതിപ്പോൾ ഈ ലൂപ്പ് ഭയങ്കര ടൈറ്റായിപ്പോയി. ഇങ്ങനെ പിടിച്ച് ഇതിൻ്റെ അകത്തു കൂടെ വലിക്കാൻ കണ്ടോ പ്രയാസമായിരിക്കും. ഈ ആദ്യം ചെയ്ത 3 ചെയിനിൻ്റെ സൈസും അതുപോലെ ഇതിപ്പോൾ വല്ലാതെ ലൂസായി ചെയ്തത് അതും ഈ ടൈറ്റ് ചെയ്തതും തമ്മിലുള്ള ഡിഫറൻസ് കണ്ടോ കാണുമ്പോൾ തന്നെ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പ്രാക്ടീസ് ചെയ്ത് നമ്മൾ പഠിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഈ ഒരു കറക്റ്റ് ടെൻഷനും ഈ യാണിൻ്റെ കറക്റ്റ് ടെൻഷനും അതുപോലെ ഈ ഒരു സൈസ് ഈ ലൂപ്സിൻ്റെ ചെയിൻ സ്റ്റിച്ചിൻ്റെ സൈസും മെയിൻറ്റെയിൻ ചെയ്ത് പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മുടെ പെർഫെക്ഷൻ, നമ്മൾ ചെയ്യുന്ന സാധനം പെർഫെക്റ്റ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത് ഏറ്റവും ബേസിക്സ് ആണ് പറയുന്നത്. അപ്പോൾ അത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഇനിയിപ്പോൾ കറക്റ്റ് സൈസിൽ എങ്ങനെയാണ് ചെയ്യുക, നമ്മൾ ഇത് യാണ് ഹുക്ക് ഇൻസേർട്ട് ചെയ്തു. ഇപ്പോൾ കറക്റ്റ് സൈസ് എങ്ങനെയാണ് കിട്ടുക, നമ്മുടെ ഹുക്ക് ലൂപ്പിൻ്റെ അകത്തൂടെ ഇൻസേർട്ട് ചെയ്തു, ഈ യാണിൻ്റെ ടെൻഷൻ കറക്റ്റാക്കി, അതായത് കറക്റ്റായി മെയിൻറ്റെയിൻ ചെയ്ത് പിടിച്ചു, യാൺ ഓവർ ചെയ്ത് പുൾ ത്രൂ ചെയ്യുമ്പോൾ കണ്ടോ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ ഒരു ലൂപ്പിൻ്റെ സൈസ് എന്ന് പറയണത് ഈ ഹുക്ക് ഈസിലി ഇങ്ങനെ സ്ലൈഡ് ആവണം, മൂവ് ആവണം. ഒരുപാട് ലൂസും ആവരുത്, ഒരുപാട് ടൈറ്റും ആവരുത്. ഇതിങ്ങനെ കറക്റ്റ് ഇതിലിങ്ങനെ മൂവ് ചെയ്യുന്ന ഒരു ഇതിന് പിടിക്കുക. ലൂപ്പിൻ്റെ സൈസ് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുക. എന്നിട്ട് യാൺ ഓവർ ചെയ്തു, ഇതിൻ്റെ അകത്തോടെ പുൾ ത്രൂ ചെയ്തു, എടുത്തു, കണ്ടോ ഒരു ചെയിൻ കിട്ടി. അങ്ങനെ അപ്പോൾ നമ്മൾ ഇനി എത്ര ചെയിൻ ചെയ്യുന്നോ അപ്പോൾ എല്ലാം ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക, ഈ പറഞ്ഞ പോയിൻറ്റ്സ് ശ്രദ്ധിക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഇതാണ് നമ്മുടെ ചെയിൻ സ്റ്റിച്ച്. ഇനിയിപ്പോൾ ഇത് അഴിക്കണം എന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളാണ്. ക്രോഷേ ചെയ്യാനേ ബുദ്ധിമുട്ടുള്ളൂ, അഴിക്കാൻ വളരെ സിമ്പിൾ, ഒറ്റ വലിച്ചാൽ മതി, യാൺ പഴയ പോലെ. അപ്പോൾ നമുക്ക് പ്രാക്ടീസ് ചെയ്യുമ്പോൾ യാൺ വേസ്റ്റ് ആവും അങ്ങനെയൊന്നുമില്ല, എത്ര വേണേൽ നമുക്ക് അഴിച്ച് ചെയ്യാം. ഈ ഓരോ ചെയിൻ ഇടുന്നതിനനുസരിച്ച് നമ്മൾ ഇങ്ങനെയാണല്ലോ ചെയിൻ സ്റ്റിച്ച് ഇടുക. ഈ കൈ ഓരോ പ്രീവിയസ് ചെയിൻ്റെ ബേസിലേക്ക് കയറ്റി പിടിക്കാൻ ശ്രദ്ധിക്കണേ. അതായത് ഇപ്പോൾ ഇവിടെ പിടിച്ച് ചെയ്താൽ നമുക്കിത് അത്ര കംഫർട്ടബിൾ ആയിരിക്കില്ല, കാരണം ഇതിൻ്റെ സൈസ് ഈ ലൂപ്പിൻ്റെ സൈസ് ഒന്നും കറക്റ്റ് കിട്ടില്ല. അപ്പോൾ ഓരോ ചെയിൻ്റെയും ആ ലൂപ്പുണ്ടല്ലോ, ആ ഓരോ ലൂപ്പിൻ്റെയും ബേസിലേക്ക് നമ്മുടെ ഈ 2 ഫിംഗർ കൊണ്ട് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് പിടിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ ഇത് നമുക്ക് ഇങ്ങനെ ചുറ്റി നമുക്ക് ടെൻഷൻ, ആ കംഫർട്ടബിൾ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ടെൻഷൻ മെയിൻറ്റെയിൻ ചെയ്ത് പിടിക്കുക. ഇതൊക്കെ നമുക്ക് എപ്പോൾ ഈ ചെയ്യുന്നതിനനുസരിച്ച് ബൈ പ്രാക്ടീസ് നമ്മൾ അങ്ങനെ പഠിക്കും. ഇങ്ങനെ കയ്യിൽ ചുറ്റിയിട്ട് എത്ര ചുറ്റുവാണെങ്കിൽ ചുറ്റും. ഇപ്പോൾ ഇത്രയൊക്കെ ആയാൽ ചിലർക്ക് ഇങ്ങനെ ചെയ്യാനായിരിക്കും കംഫർട്ടബിൾ, ഈ ഒരു ലെങ്ത്ത് മതിയായിരിക്കും. ചിലർക്ക് കുറച്ചുകൂടെ വേണ്ടി വരും, എനിക്ക് ഈ ഒരു ലെങ്ത്ത് വേണം. അപ്പോൾ അതാ പറഞ്ഞത്, എത്രത്തോളം പ്രാക്ടീസ് ചെയ്യണം അതിനനുസരിച്ച് നമുക്ക് കൈ വഴങ്ങിയാണ് നമ്മളിത് നന്നായിട്ട് പഠിക്കുക. അപ്പോൾ അത് നന്നായിട്ട് ചെയ്ത് പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം, ഈ ഓരോ ചെയിൻ സ്റ്റിച്ച് ഇടുമ്പോഴും ആ ലൂപ്പിൻ്റെ അങ്ങോട്ട് ഈ കൈ ഈ ഫിംഗർ കൊണ്ട് ഇങ്ങനെ പിടിക്കാൻ ശ്രദ്ധിക്കണം. അതായത് ഇവിടെ ആദ്യം നമ്മൾ ഇവിടെ പിടിച്ചാണല്ലോ തുടങ്ങി, അപ്പോൾ ഇവിടെ തന്നെ പിടിച്ചുകൊണ്ടിരിക്കരുത്, ഇങ്ങോട്ട് കയറ്റി പിടിച്ച്, അതായത് ചെയിൻ കണ്ടോ പ്രോഗ്രസ് ചെയ്യുന്നതനുസരിച്ച് ഇതിങ്ങനെ കയറ്റി പിടിക്കാൻ ശ്രദ്ധിക്കണം. അപ്പോഴായിരിക്കും ഇത് കറക്റ്റ് സൈസ് നമുക്ക് ഈ ലൂപ്പിന് അതുപോലെ ഈ യാണിൻ്റെ ടെൻഷനും കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുക. അതുപോലെ തന്നെയുള്ളൊരു മെയിൻ കാര്യമാണ് ഈ ചെയിൻസ് ആയാലും ഏത് സ്റ്റിച്ചായാലും അത് അതിൻ്റെ നമ്പർ കൗണ്ട് ചെയ്ത് വർക്ക് ചെയ്യണം എന്നുള്ളത്. അത് നമ്പർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ക്രോഷേയിൽ. ഇപ്പോൾ ഒരു പാറ്റേണിൽ ഒരു സ്റ്റിച്ച് കൂടുകയോ കുറയോ ചെയ്താൽ കംപ്ലീറ്റ്ലി ആ പ്രൊഡക്റ്റിൻ്റെ ഷേപ്പ് തന്നെ മാറിപ്പോവും. അപ്പോൾ അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൻ്റെ നമ്പേഴ്സ് കൗണ്ട് ചെയ്ത് ചെയ്യുക, അല്ലെങ്കിൽ നമ്പർ കറക്റ്റായിട്ട് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഈ ചെയിൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ തന്നെ അത് പ്രാക്ടീസ് ചെയ്യുക, കൗണ്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. ഇപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ 1 2 3 4 5 6 6 ചെയിൻ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ നെക്സ്റ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ 7th ചെയിൻ കിട്ടി. ഇത് കൗണ്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം ഇനി ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം ഇടുന്ന സ്ലിപ്പ് നോട്ട് ഉണ്ടല്ലോ അത് കൗണ്ട് ചെയ്യില്ല. അതുപോലെ തന്നെ ലാസ്റ്റ് ഈ ഹുക്കിൽ ഇപ്പോൾ ഈ കിടക്കുന്ന ഇതൊരു ലൂപ്പാണ്, ഇതിനൊരിക്കലും ചെയിനായിട്ട് കൗണ്ട് ചെയ്യില്ല. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും നടുക്ക് വരുന്ന ഈ ഒരു ചെയിൻസിൻ്റെ എണ്ണമാണ് നമ്പറായിട്ട് നമ്മൾ കൗണ്ട് ചെയ്യുള്ളൂ. അപ്പോൾ ഇത് നോക്കുവാണെങ്കിൽ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ടല്ലോ, 1 2 3 4 5 6 7 7 ചെയിൻ ഇപ്പോൾ ആയിട്ടുണ്ട്.
ഇനി നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് സിംഗിൾ ക്രോഷ്യ എന്ന് പറഞ്ഞ സ്റ്റിച്ചാണ്. അപ്പോൾ ആ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ആദ്യം ഒരു 10 15 അല്ലെങ്കിൽ 20 വരെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും ചെയിൻ ഇടുക. ചെയിൻ കൗണ്ട് ചെയ്ത് ഇങ്ങനെ ഇട്ട് പോവുക. എന്നിട്ട് ഇതിൻ്റെ മേലെയാണ് നമ്മൾ അടുത്ത സ്റ്റിച്ചസ് വർക്ക് ചെയ്യാൻ പോകുന്നത്. പറഞ്ഞല്ലോ ചെയിൻ സ്റ്റിച്ചാണ് എല്ലാ സ്റ്റിച്ചസിൻ്റെയും ഫൗണ്ടേഷനായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞാനൊരു 15 ചെയിൻ സ്റ്റിച്ച് ഇട്ടിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ 1 2 3 4 5 6 7 8 9 ആയി. 10 11 12 13 14 15. പിന്നെ ഈ സംഭവം ഉണ്ടല്ലോ, അത് നമുക്ക് ഇങ്ങനെ 2 3 ചുറ്റുണ്ടെങ്കിൽ ചുറ്റാം. ഈ പറഞ്ഞ പോലെ ഒരു ചുറ്റു വേണമെങ്കിൽ അതൊക്കെ നമ്മൾ ചെയ്യുന്നതനുസരിച്ച് മാറി മാറി വരും കേട്ടോ, നമ്മൾ പ്രാക്ടീസ് ആവുന്നതിനനുസരിച്ച്. അപ്പോൾ നമ്മൾ ഇതിപ്പോൾ ഇങ്ങനെ ഒറ്റ ചുറ്റായിട്ട് ഇടുമ്പോൾ ആ ടെൻഷൻ ആദ്യം പറഞ്ഞത് മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ച് പ്രശ്നം വരും ചിലപ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ 2 3 ഇതാകുമ്പോൾ നമുക്ക് ടൈറ്റായിട്ട് കിട്ടും. അതൊക്കെ നമ്മൾ ചെയ്യുന്നതനുസരിച്ച് മാറി മാറി വരും കേട്ടോ, ഓരോരുത്തരുടെ സ്റ്റൈൽ മാറും. പിന്നെ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് ഒരു വഴി നമ്മൾ തന്നെ ഓട്ടോമാറ്റിക്കലി അത് ഡെവലപ്പായി വരും. ഇപ്പോൾ ഈ ഒരു 15 ചെയിൻസ് ഞാനിവിടെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു സ്ട്രക്ചറും കുറച്ച് ടേംസൊക്കെ ഒന്ന് നോക്കാം. ഈ സ്ലിപ്പ് നോട്ട് ഇട്ടല്ലോ, സ്ലിപ്പ് നോട്ട് ഇടുന്നതിന് മുന്നേ ഇവിടെയുള്ള ഒരു ചെറിയ ഭാഗം ഉണ്ടല്ലോ യാണിൻ്റെ, ഇതിനാണ് നമ്മൾ ടെയിൽ എൻഡ് എന്ന് പറയുക. ടെയിൽ എൻഡ് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മുടെ സ്ലിപ്പ് നോട്ട് വരും. സ്ലിപ്പ് നോട്ട് കഴിഞ്ഞിട്ട് ആണ് നെക്സ്റ്റ് നമ്മുടെ ചെയിൻസ്. ഇതെല്ലാം ചെയിൻസ് ആണ്. ഈ ലാസ്റ്റ് ചെയിൻ ഇതാണ് ലാസ്റ്റ് ചെയിൻ, അതായത് 15th ചെയിൻ. ഈ ചെയിൻ 15th ചെയിൻ കഴിഞ്ഞിട്ട് ഈ ഒരു ഇതുണ്ടല്ലോ, നേരത്തെ പറഞ്ഞ പോലെ ഇത് ചെയിനായിട്ട് കൗണ്ട് ചെയ്യില്ല, ഇതൊരു ലൂപ്പാണ്. അപ്പോൾ ഇതിന് വർക്കിംഗ് ലൂപ്പ് എന്ന് പറയും. ആൻഡ് ഇതിന് കണ്ടിന്യൂ ചെയ്ത് വരുന്ന ഈ ഭാഗം ഉണ്ടല്ലോ, നമ്മുടെ ബാക്കി യാണിൻ്റെ ഭാഗം, അതാണ് വർക്കിംഗ് യാൺ. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. ഇത് ടെയിൽ എൻഡ്, ഇത് സ്ലിപ്പ് നോട്ട്, പിന്നെ വരുന്നത് ചെയിൻസ്, പിന്നെ ഈ ഹുക്കിൽ കിടക്കുന്നതാണ് വർക്കിംഗ് ലൂപ്പ്, ആൻഡ് ഇതിൻ്റെ ബാക്കി കിടക്കുന്ന ഭാഗമാണ് വർക്കിംഗ് യാൺ. ഇതാണ് ഇതിൻ്റെ റൈറ്റ് സൈഡ് എന്ന് പറയണത്. അതായത് നമ്മളിങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ ഈ വരുന്ന ഓരോ ചെയിനും കറക്റ്റായിട്ട് കാണുന്ന ഈ ഇതാണ് ഇതിൻ്റെ റൈറ്റ് സൈഡ്. ഇതിൻ്റെ ബാക്കിൽ വരുന്നത് ഇതാണ് ഇതിൻ്റെ റോങ് സൈഡായിട്ട് പറയുക. അപ്പോൾ ഇനി ഓരോ ചെയിനും നോക്കുകയാണെങ്കിൽ ആ ഓരോ ചെയിനും കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാനുണ്ട്. അതായത് ഇപ്പോൾ നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ ഇങ്ങനെ ഇതിൻ്റെ റൈറ്റ് സൈഡ് ഇങ്ങനെ മേലേക്കായിട്ട് ഇങ്ങനെ പിടിക്കുമ്പോൾ ഇതാണ് ബാക്ക് ലൂപ്പ്. അതായത് ഈ സൈഡിൽ ഇത് ബാക്ക് ലൂപ്പ്, ഇത് ഫ്രണ്ട് ലൂപ്പ്. ഈ ഓരോ ചെയിൻ്റെയും കാര്യമാണ് പറയുന്നത്. ഇത് ബാക്ക് ലൂപ്പ്, ഇത് ഫ്രണ്ട് ലൂപ്പ്. ആൻഡ് നമ്മൾ തിരിച്ചിൻ്റെ റോങ് സൈഡ് പിടിക്കുമ്പോൾ ഈ നടുക്കൊരു സംഭവം കണ്ടോ, ഇതിനാണ് ബാക്ക് ബമ്പ് എന്ന് പറയും. നമ്മളിങ്ങനെ ഓരോ പ്രൊജക്ട്സ് ചെയ്യുമ്പോഴും ഇനിയിപ്പോൾ ഇത് ഫൗണ്ടേഷന് മേലെയാണല്ലോ ചെയ്യുക, അപ്പോൾ ഈ ഹുക്ക് ഇൻസേർട്ട് ചെയ്യണം ഇതിൻ്റെ ഓരോ ഭാഗത്തേക്കായിരിക്കും. ഇപ്പോൾ ചിലതിൽ നമ്മൾ പറയും ബാക്ക് ലൂപ്പിൽ വർക്ക് ചെയ്യണം പറയും, അപ്പോൾ നമ്മൾ ഇങ്ങനെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യും. ചിലതിൽ ഫ്രണ്ട് ലൂപ്പിൽ ഇൻസേർട്ട് ചെയ്യണം എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിലായിരിക്കും ഇൻസേർട്ട് ചെയ്യണം. ചിലത് ഇതിലായിരിക്കും. ചില പ്രൊജക്ട്സ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഈ ബാക്ക് ബമ്പ് ഉണ്ടല്ലോ, ഇതിൻ്റെ അകത്തായിരിക്കും ഇൻസേർട്ട് ചെയ്യേണ്ട ഹുക്ക്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഈ ടൈംസ് അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയാണ് പറഞ്ഞത്. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ് മുതൽ നമുക്ക് മെയിനായിട്ടുള്ള സ്റ്റിച്ചസ് പഠിച്ചു തുടങ്ങാം. അപ്പോൾ എല്ലാവരും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും നന്നായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.